ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഈ മേഖലകളിലൂടെ നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇത് ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. കൺവെൻഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പണസമ്പാദന മാർഗങ്ങളിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമായി ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ മേഖലയെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, വരുമാന വർധനവിന് വേണ്ടി ഉപയോഗിക്കുക, ഒപ്പം തന്നെ ആശയ പ്രചരണത്തിനും പേഴ്സണൽ ആയിട്ടുള്ള ബ്രാൻഡിങ്ങിനും എല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇന്നെനിക്ക് വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നത് നമ്മുടെ ഫാക്കൽറ്റിയെ സംബന്ധിച്ചാണ്. ശ്രീ വി കെ ബൈജു, അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അതിനേക്കാൾ ഉപരി കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത, അതിനുവേണ്ടി എത്ര തവണ ജയിലിൽ കിടന്നാലും ഒരു പേടിയുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കുറെ നാൾ മുമ്പ് വരെ ഇദ്ദേഹത്തെ ജയിലിന് പുറത്തു വെച്ച് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് പുറത്ത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസും ഭരണകൂടവും ഒക്കെ സുല്ലിട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ വി കെ ബൈജു. കാരണം അത്ര നിർഭയമായിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ മേഖല എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എത്ര ഭംഗിയായി, എത്ര പെർഫെക്റ്റ് ആയി ഉപയോഗിക്കുന്നു എന്നൊക്കെ സ്വന്തം ജീവിത അനുഭവം കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം ഒരേ സമയം തന്നെ ഒരു മീഡിയ പേഴ്സൺ ആണ്, അതിന്റെ ഉടമസ്ഥനാണ്, അതിന്റെ സംരംഭകനാണ്, അതിന്റെ അവതാരകനാണ്, എല്ലാമാണ്. പണ്ടൊക്കെ നമ്മൾ പറയും ബാലചന്ദ്ര മേനോന്റെ സിനിമ എന്ന്. അതുപോലെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിന്റെ പ്ലസ് പോയിന്റും അറിയാം, മൈനസ് പോയിന്റും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ഈ വിഷയം പറഞ്ഞു തരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് അത് പറഞ്ഞു തരിക. വളരെ ലളിതമായ ഭാഷയിൽ, വളരെ വ്യക്തമായി, ഒളിക്കാതെ മറയ്ക്കാതെ സത്യങ്ങൾ തുറന്നു പറയാനുള്ള നിർഭയത്വമുള്ള ശ്രീ വി കെ ബൈജു അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒരു സബ്ജക്ട് എക്സ്പേർട്ടിനെ വിളിച്ചാൽ സബ്ജക്ട് എക്സ്പേർട്ട് ക്ലാസ് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വിളിച്ചാൽ അയാൾ ക്ലാസ് എടുക്കുന്നത് ഒരു ടെക്നിക്കൽ രീതിയിലായിരിക്കും. പക്ഷെ ഇത് ജീവിതത്തിൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു വ്യക്തിത്വം സ്വന്തം അനുഭവങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വിലപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ വി കെ ബൈജുവിനെ ഈ സെഷൻ എടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് അത് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരാമെന്നും ഇത്രയും സമയം, അദ്ദേഹത്തിന്റെ സമയത്തിന്റെ വില ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാനും പറ്റില്ല. കാരണം അത്രമാത്രം സമയത്തിന് വിലയുള്ള ആളാണ്. നമുക്ക് വേണ്ടി, ബിൻവേൾ ഫൗണ്ടേഷന് വേണ്ടി, നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടി, ഈ ചെറിയ ഒരു ഓഡിയൻസിന് വേണ്ടി, പാർട്ടിസിപ്പൻസിന് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് നൽകിയതിന് ആദ്യം തന്നെ ഞാൻ വി കെ ബൈജുവിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാന് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതമാണ് എന്റെ മാതൃക അല്ലെങ്കിൽ ഉദാഹരണം എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ 2019 ഈ ഒരു മേഖലയിലേക്ക് സജീവമായിട്ട് വരുന്നത്. 2016 മുതൽ ഈസ്റ്റ് കോസ്റ്റ് ഓൺലൈനിൽ അന്നൊക്കെ ടെക്സ്റ്റ് വാർത്തകളായിരുന്നു കൊടുത്തിരുന്നത്. കാരണം അന്നൊക്കെ ഈ ദൃശ്യമാധ്യമ രംഗത്തേക്ക് അത്ര വന്നിട്ടില്ല ഓൺലൈൻ ചാനലുകൾ. അതിനുശേഷം ഒരു 4 വർഷത്തോളം അതിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ബേസിക്കലായിട്ട്. പക്ഷെ നമ്മൾ 2019 നമ്മൾ ചാണക്യ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനല് തിരുവല്ല വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്രമന്ത്രി ആയിരുന്ന നമ്മുടെ വി മുരളീധരൻ സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ എന്തോ ചിലപ്പോൾ ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ നിർഭാഗ്യമായിരിക്കാം. എന്തായാലും അതൊരു 6 മാസം മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ വലിയ സെറ്റപ്പോട് കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. വലിയൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അതിന് തന്നെ ഏകദേശം ഒരു 50,000 രൂപ വാടക അതിന് വരുന്നു. മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ പെർ മന്ത് വരുമായിരുന്നു 2019. ഇന്ന് അതിന്റെ മൂല്യം നോക്കുകയാണെങ്കിൽ 2ന്റെ മേലെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഞങ്ങൾ 3 പേര് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തില് പരാജയമല്ല എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ വിജയത്തിന്റെ തുടക്കം അതല്ലെങ്കിൽ എന്റെ വിജയമായിരുന്നു അന്നത്തെ ആ പരാജയം എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വെറും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ ആ ഒരു ആവശ്യം പിന്നീട് മാറിയത് ഞാനൊരു പ്രസന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു.
നമ്മുടെ അന്നുണ്ടായിരുന്ന വരുമാന മാർഗങ്ങളൊക്കെ വിറ്റതിന് ശേഷമായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്, ഇൻവെസ്റ്റ്മെന്റിന് ഫണ്ട് കണ്ടെത്തിയത്. അതുകൊണ്ട് വരുമാനം കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെ 2 മാസം കൊണ്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് $243 ആണ്. ഞാനിത് ഇന്നും ഈ ഫിഗർ ഓർത്തിരിക്കാൻ കാരണം എന്താ വെച്ചാല്, സീറോയിൽ നിന്ന് 2 മാസം കൊണ്ട് ആ ഒരു ചെറിയ ദൂരം കൊണ്ട് 20,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എനിക്ക് ഒരു മാസം കൊണ്ട് എത്താൻ പറ്റി. $243 ഫസ്റ്റ് ഏർണിംഗ് കിട്ടുന്നു. പിന്നെ എനിക്ക് ഇതിൽ അംബിക ചേച്ചി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ടീച്ചർ, കണ്ണൂരുള്ള ടീച്ചർ എനിക്ക് ഈ ട്രെയിനിങ്ങും സാറിന്റെ ട്രെയിനിങ്ങിലും പ്രസംഗ പരിശീലനത്തിലും അതുപോലെ ഞാൻ ടീച്ചർക്ക് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാം. ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഏണിംഗ് എനിക്ക് അന്ന് കിട്ടി. പക്ഷെ ഇന്ന് എനിക്ക് ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾ സന്തോഷവാന്മാരാവും, സന്തോഷവതികളാവും? അതിന്റെ ഒരു ഉത്തരം ആരെങ്കിലും ഒന്ന് പറയോ? ഒരു മാസം നിങ്ങൾക്ക് എത്ര കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമാവും? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ. പറയൂ, സാറ് പറയൂ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. നമുക്ക് 10 ലക്ഷം രൂപ എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സംഖ്യയാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാറുണ്ട്. കാരണം ഞാൻ ഇതുപോലെയുള്ള ഒരു സാധാരണ മൊബൈല്, ഇതുപോലത്തെ ഒരു മൊബൈലാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളതും. പിന്നെ എൻ്റെ ഇടതും വലതും 2 ട്യൂബ് ലൈറ്റുകൾ ഞാൻ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സാധാ കേബിൾ മൈക്ക്. മിനിമം എനിക്ക് വരുന്ന ഒരു 1,500-2,000 രൂപയുടെ ചിലവ് കൊണ്ട് സാറ് പറഞ്ഞ ഈ ഏർണിങ്സിന്റെ മുകളിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനത് പ്രൊഫഷണൽ രീതിയിലേക്ക് മാറാത്തത് കൊണ്ട് അതിന്റെ മുകളിലേക്ക് പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് എത്ര രൂപ നമ്മൾക്ക് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളുടെ ആ സമയത്തൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു ദിവസം 10 വീഡിയോയും 12 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് 6 ലക്ഷത്തിന് മുകളിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു വരുമാന സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടാൽ മാത്രം മതി. നമ്മൾ 10 മിനിറ്റോ അല്ലെ 12 മിനിറ്റോ ഉള്ള വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ള റിസ്ക് ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് ആകെ മുടക്കുള്ളത് നെറ്റ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ, പിന്നെ ഇതുപോലത്തെ ഒരു മൊബൈലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അംബിക ടീച്ചർ പറഞ്ഞ ടീച്ചർക്ക് ആ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ടീച്ചർക്ക് അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ടീച്ചറും മോളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഏതൊരു പ്രായക്കാരനും, അന്ന് എനിക്ക് തോന്നുന്നു 73 വയസ്സുള്ള റെയിൽവേന്ന് റിട്ടയർ ചെയ്തൊരു രഘുത്തമൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മേഖലയ്ക്ക് എന്ന് പറഞ്ഞാൽ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഓരോ മേഖല വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇത്ര കണ്ട് വലിയ കാശ് സമ്പാദിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, സമൂഹത്തിന് ഇത്രയും വലിയൊരു അറിവ് കൊടുക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു 10-20 ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഞാൻ VK ബൈജു എന്ന് പറയുന്ന ഈ എളിയ എന്നെ തിരിച്ചറിയപ്പെടുന്നുണ്ട്. അതിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കുറഞ്ഞ കാലയളവ്, ഈ ഒരു 5 വർഷ കാലയളവ്, 6 വർഷ കാലയളവ് കൊണ്ട് തന്നെ ഇന്ന് 100% ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ മേഖലയിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് തോന്നുന്ന വലിയൊരു സംശയമാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വളരെ ലളിതമാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതേപോലെ നമ്മൾ തനിയെ ഏതെങ്കിലും ഒരു സ്പേസ്, ഇപ്പൊ ഞാനിരിക്കുന്ന എന്റെ ബെഡ്റൂമിന്റെ ഒരു കോണിൽ മാത്രമാണ്. ഞാൻ സാറിനോട് പറയാറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ടുള്ള ഏത് ബാക്ക്ഗ്രൗണ്ടും മതി നമുക്ക്, അല്ലാതെ ഒരുപാട് എഡിറ്റിംഗ് സിംഹങ്ങളൊന്നും നമ്മൾ ആവണ്ട. പിന്നെ ഇന്ന് മൊബൈലിൽ തന്നെ എഡിറ്റിംഗ് ആപ്പുകൾ ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് ആ വീഡിയോയുടെ ഒരു കവർ പിക്ചർ നമ്മൾ കൊടുക്കും. ഈ കവർ പിക്ചർ നോക്കിയിട്ടാണ് ആളുകൾ വരിക. അത്തരത്തിൽ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് തുടങ്ങി അതിന്റെ പബ്ലിഷിംഗ് വരെ ഉള്ള സ്റ്റെപ്പുകൾ മാത്രമല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംസാരിക്കാൻ ഇതുപോലെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മുഖാമുഖം സംസാരിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ ക്യാമറയിൽ നോക്കി നിങ്ങൾ സംസാരിക്കുക. ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. അത് പക്ഷേ തരുന്ന റിസൾട്ട് വലുതാണ്, നമ്മൾക്ക് തരുന്ന വരുമാനവും വലുതാണ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും. സത്യത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ചാനലുകളാണ് വരുന്നത്.
ഒരു രൂപ ഇതിന് മുടക്കില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലുള്ള ഒരു ജിമെയിൽ ID മാത്രം മതി. ഒരു രൂപ നമുക്കതിന് മുടക്കില്ല. ആർക്കും ചെയ്യാൻ പറ്റും ചെയ്യും. ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആകെ 1 മിനിറ്റ് മതി എന്നുള്ളതാണ്. ഫേസ്ബുക്ക് നമ്മളൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് കൂടെ നമുക്ക് ആർക്കും ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നിന്നുള്ള വരുമാനം, അതുകൊണ്ടാണ് ഇതിന് അൺലിമിറ്റഡ് ആണ്. നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇന്നിപ്പോ എനിക്ക് ഒരു 3 ലക്ഷം അടുത്ത മാസം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ 2 വീഡിയോ ആണ് ഇടുന്നതുണ്ടെങ്കിൽ ഞാൻ 3 ആക്കിയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് അതിലും അധികം വേണമെന്നുണ്ടെങ്കിൽ 4 ആക്കിയാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എത്ര ഒരു 10 മിനിറ്റിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് ആകെ വേണ്ടത് എന്താ? ഏറി വന്നാൽ ഒരു അരമണിക്കൂർ. അത് തെറ്റില്ലാതെ സംസാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. അത്തരത്തിൽ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ദിവസം 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് ആണ്. മറ്റുള്ളവർ പറയുന്നതല്ല, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീഴിൽ നിങ്ങൾ അവർ തരുന്ന കമ്മീഷൻ രൂപത്തിലല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് ആണ്. നിങ്ങൾക്ക് ആകെയുള്ള ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ. ഇനി ചിലർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, സർ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ നന്നായിട്ട് കഴിയും, അതുപോലെ ഞാൻ ട്രാവലർ ആണ്, ഒരുപാട് ഇതിലൂടെ പോകുമ്പോഴൊക്കെ ഞാൻ പുറമേയുള്ള വീഡിയോസ് എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് വരെ $3-4 ഫേസ്ബുക്ക് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അത് വാങ്ങാൻ നിങ്ങൾ ആരും തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ വേദനാജനകമായിട്ട് ഒരുപാട് ആളുകൾ രാവിലെ മുതൽ, നോക്കൂ, ബാത്റൂമിൽ ടോയ്ലറ്റ് പോകുമ്പോൾ പോലും മൊബൈലും കൊണ്ടുപോകുന്ന ആളുകളായി മാറിയിട്ടുണ്ട് ഇന്നത്തെ തലമുറ. അവർക്ക് 24 മണിക്കൂറും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദിവസം ഈ പറയുന്ന ഒരു $100 അല്ലെങ്കിൽ $200 ദിവസം കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. സർ ഒരു ദിവസം ഞാൻ $650 ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുൻപാണ്. അന്ന് 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തുടങ്ങിയ ഒരു സമയമാണ്. പക്ഷെ ഒരു ദിവസം നമുക്ക് 600ന്റെ മുകളിലൊക്കെ റവന്യൂ, ഡോളറാണ്. 9-6-54, ഏകദേശം വലിയ 55,000-60,000 രൂപയാണ് ഈ പറയുന്നത്. അത്ര കിട്ടാനും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെലവഴിക്കേണ്ടത് 10 മിനിറ്റോ 20 മിനിറ്റോ മാത്രമാണ്. ഇനി ഒരു ഫോട്ടോ ഇടാൻ പറ്റുന്ന ആളാണെങ്കിൽ ഫോട്ടോ മാത്രം ഇട്ടാൽ മതി. ഇനി എഴുതാൻ അറിയുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയാൽ മതി. ഇനി ഇതൊന്നും അറിയില്ല എന്ന് കരുതുക, എഴുതാനും അറിയില്ല, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാനും അറിയില്ല, വീഡിയോ ചെയ്യാനും നമുക്ക് അറിയില്ല എന്ന് കരുതാം. നോക്കൂ, എത്രയോ എഴുത്തുകാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ആ എഴുത്തുകാരുടെ പോസ്റ്റുകളും ആ എഴുത്തുകാരുടെ ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന, ഇപ്പൊ എനിക്ക് തോന്നുന്നു 6 പേര്, സാറടക്കം, ഞാനടക്കം 7, 2, 4, 8 പേരും. അപ്പൊ ഈ 8 പേര്, നമ്മൾ 8 സെലിബ്രിറ്റികളായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മൾ ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഇത് ഷെയർ ചെയ്യുന്ന നമ്മൾ സെലിബ്രിറ്റികളാണ്, നമ്മളത് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. അതിലൂടെ നിങ്ങൾക്ക് കാശ് കിട്ടുക. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? മറ്റുള്ള സെലിബ്രിറ്റികളുടെ പോസ്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും നിങ്ങൾ ഷെയർ ചെയ്യാണ്. അവർക്ക് നിങ്ങൾ കാശ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഒരു ലൈക്ക് ചെയ്താലോ, ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാലോ, ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാലോ അവർക്ക് കിട്ടുന്ന വരുമാനം, എനിക്ക് തോന്നുന്നത് നമ്മുടെ അഖിൽമാരാറൊക്കെ ഇത് മാക്സിമം ഉപയോഗിക്കുന്ന ആളാണ്. സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാൾക്കൊക്കെ മിനിമം കിട്ടുന്നതിന് മാസം 20 ലക്ഷത്തിനടുത്തൊക്കെ കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. ഇനി നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന മറുനാടൻ ഷാജൻ സാറിനൊക്കെ മിനിമം 1 കോടിക്ക് മുകളിലാണ് വരുമാനം കിട്ടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ചാനലുകൾ, നമ്മൾക്കറിയാത്ത ഒരുപാട് ചാനലുകളുണ്ട്. നമുക്ക് അറിയുന്നത് ആകെ മറുനാടൻ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ മറുനാടൻ മലയാളി, അത്തരത്തിൽ പിന്നെ അങ്ങനെ 1-2 ചാനലുകളെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അറിയാത്ത വ്യത്യസ്ത പേരുകളിലുള്ള ചാനലുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്കാ പ്രൊഫഷണൽ രീതിയിൽ, ഇപ്പൊ ഞാൻ പക്കാ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. കാരണം എനിക്ക് ഓൾറെഡി വരുമാനമുണ്ട്. ഇനിയിപ്പോ ഞാൻ 4 സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് തുടക്കത്തിൽ തന്നെ വരുമാനം, അവർക്ക് സാലറി അവർക്ക് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ മാക്സിമം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ രീതിയിലേക്ക് മാറാൻ പറ്റും. നല്ല എമൗണ്ടിലേക്ക് മാറാനാണ്. ഇനി അതല്ല, നിങ്ങൾ എഴുതുന്നതും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും മതി എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായാൽ മതി. ആ 5 മിനിറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വലുതാണ്. അത്തരത്തിൽ ഇനി നമുക്ക് എഴുതാനും ഒന്നും അറിയില്ല, അതാണ് നമ്മൾ പറഞ്ഞു നിർത്തി മാറിപ്പോയത്. നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സെലിബ്രിറ്റികളുടെ പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ പോസ്റ്റുകൾ നമ്മൾ കോപ്പി എടുത്തിട്ട് നമ്മുടെ വാളിൽ വന്നിട്ട് നമ്മൾ അതിന്റെ അടിയിൽ ഒരു കടപ്പാട് വെച്ചിട്ട്, ഇപ്പൊ ജയസൂര്യൻ സാർ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് കരുതാം, അദ്ദേഹം ഒരു ടെക്സ്റ്റ് പോസ്റ്റ് ഇട്ടു, ഒരു വലിയൊരു വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതി. ആ എഴുതിയ ടെക്സ്റ്റ് നമ്മൾ കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തിട്ട് അതിന് പറ്റിയൊരു ചിത്രം കൂടെ ചെയ്തിട്ട് നമ്മുടെ വാളിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു കടപ്പാട് ജയസൂര്യൻ സാർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ വരുമാനം കിട്ടുകയാണ്.
പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് വരുമാനം കിട്ടുക. അപ്പൊ ഇത് വീഡിയോ എടുക്കാൻ കഴിവില്ലെങ്കിൽ പോലും, എഴുതാൻ കഴിവില്ലെങ്കിൽ പോലും, ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പോലും, വീഡിയോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവലിംഗ് വ്ളോഗ് അതൊന്നും ചെയ്യാൻ കഴിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പോസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിൽ അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. പക്ഷെ അതിന് കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ മാത്രം മതി. ഇപ്പൊ സാറ് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു സബ്ജക്ട് ഇതിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേദനയോടെ പറയേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് പിന്നെ സാറ് പറഞ്ഞപ്പോ എന്തായാലും ഞാൻ അതിന് പങ്കെടുക്കുന്ന വലിയ ആഗ്രഹമായിരുന്നു. കാരണം കുറച്ച് പേരാണെങ്കിലും അവർക്ക് ഇതിന്റെ ആ ഒരു അറിവ് പകർന്നു കൊടുക്കുക. ഇത്രയും വലിയൊരു സാധ്യത നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മൾ നടക്കുകയാണ്, പക്ഷേ നമ്മൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾ, അത് 10 വയസ്സ് മുകളിലേക്കാണെങ്കിലും താഴോട്ടാണെങ്കിൽ പോലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ മുകളിലൂടെ ഏത് വയസ്സിലുള്ള ആർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര കുട്ടികളെ വെച്ചിട്ടാണ് അമ്മയും അച്ഛനൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു സുഖമില്ലാത്ത കുട്ടികളെ വെച്ചിട്ട് പോലും ആ ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ചിത്രീകരിച്ചുകൊണ്ട് ഒരു ലേഡിയൊക്കെ, എനിക്ക് തോന്നുന്നു 6-7 ലക്ഷമാണ് അവർക്ക് വരുമാനം. ഒരു മന്ദബുദ്ധി കുട്ടിയാണ്, ആ കുട്ടിയെ വെച്ചിട്ട് പോലും കാശ് ഉണ്ടാക്കാൻ പറ്റും ഒരു മാർഗമാണ് എന്നുള്ളത് അവർ പിടിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരാളുടെ മുൻപിൽ ചെന്ന് കൈ നീട്ടാതെ ജീവിക്കാനുള്ള വരുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇട്ടുകൊണ്ടും അതല്ലെങ്കിൽ അവരുടെ രോഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഒക്കെ കാശുണ്ടാക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. അത്തരത്തിൽ നമ്മൾ ഇത്രയും ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾക്ക് കയ്യും കാലും രോഗം തന്നിട്ടില്ല, കയ്യും കാലും ഒക്കെ ആരോഗ്യത്തോടെ തന്നിട്ടുണ്ട്. ഇത്രയും ബുദ്ധി നമ്മൾക്കുണ്ട്. പക്ഷെ കിട്ടുന്ന ഒരു വരുമാനം നമ്മൾ സമ്പാദിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള മനസ്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള മാർഗം. അതിന് നിങ്ങൾ ഇത്തരത്തിൽ ഞാനൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്നുണ്ട്. 8-ാം തീയതിയും 15-ാം തീയതിയും ഷൊർണൂർ വെച്ച് 2 ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അമ്പിയ ചേച്ചിയെ സൂചിപ്പിച്ചത്, അമ്പിയ ചേച്ചി കണ്ണൂർ ബാച്ചില് ആദ്യ ബാച്ചില് ചേച്ചിയും ചേച്ചിയുടെ മോളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്തരക്കാർക്ക് ഫോളോ അപ്പ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. 1 ഡേ ട്രെയിനിങ് മാത്രമാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് സഹായത്തിനും എന്ത് ടെക്നിക്കൽ സപ്പോർട്ടിനും നമ്മൾ പിന്തുണ എല്ലായ്പ്പോഴും ഉണ്ടാവും. ഏത് നട്ടപ്പാതിരിക്ക് സംശയം ചോദിച്ചാലും ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അത് കൃത്യമായിട്ട് പരിഹരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വലിയൊരു സങ്കല്പം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറഞ്ഞാല് 100 കണക്കിന് ആളുകൾ ഇതുപോലെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും രംഗത്ത് വരുമ്പോൾ ഇപ്പൊ സാറ് എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ടല്ല, വളരെ ലളിതമായിട്ടും അതല്ലെങ്കിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിലൂടെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും. ഞാൻ കുറച്ച് വൈബ്രന്റ് ആണ്. എന്റെ വൈബ്രൻസ് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മേഖലയിലേക്കാണ്. കാരണം ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ആ എല്ലാ മേഖലകളും കൂട്ടി ചേർത്തുകൊണ്ട് ഏതൊരു രാഷ്ട്രീയക്കാരനും പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള സിലബസ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ആയിരക്കണക്കിന് പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള സിംഹക്കുട്ടികളെ, അതല്ലെങ്കിൽ വലിയ തലമുറയാണെങ്കിലും ചെറിയ തലമുറയാണ്, അവരെ വാർത്തെടുക്കുക എന്നൊരു സംവിധാനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളെ നിങ്ങൾ പ്രാപ്തരാവേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടി അത് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇനി പറയേണ്ടതുണ്ടോ സാർ? ഇനിയിപ്പോ നമുക്കൊരു ചോദ്യോത്തരം എന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റ്. അപ്പൊ ഈ നമ്മളിപ്പോ പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുക്കുന്നവര് ഇനി ചോദ്യങ്ങൾ ബൈജുവിനോട് ചോദിക്കാം. അപ്പോ ആൻസറുകളായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പ്രയോജനപ്പെടും. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ, എല്ലാവരും ചോദിക്കാം. ഈ പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിലും അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. യെസ്, അത് പറയാം. അതായത് ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ നമ്മൾക്ക് അത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾക്ക് വരുമാനം തരുന്നത് പരസ്യങ്ങളിലൂടെയാണ്. പരസ്യം നമ്മൾ കണ്ടെത്തുന്നതല്ല, അത് അതാത് പ്ലാറ്റ്ഫോമുകളാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ, എക്സാമ്പിൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വീഡിയോ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പല സമയങ്ങളിലും പരസ്യം വരും. 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോയുടെ ബാക്കി ഭാഗം കാണുന്ന രീതിയിലുണ്ട്. അത്തരത്തിൽ ഫേസ്ബുക്ക് നമ്മൾക്ക് പരസ്യത്തിലൂടെ വരുമാനം തരുമ്പോൾ
100 രൂപയിൽ നിന്ന് അതല്ലെങ്കിൽ 100%-ൽ 80% അവരെടുത്തിട്ട് 20% മാത്രമാണ് നമ്മൾക്ക് തരുന്നത്. അതിനൊരു കാര്യമുണ്ട്. ഇനി യൂട്യൂബിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. 44% അവരെടുക്കുന്നുള്ളൂ, 56% നമ്മൾക്ക് കിട്ടുകയാണ്. 1 രൂപ കിട്ടുകയാണെങ്കിൽ 56 പൈസ നമ്മൾക്കും 44% പൈസ അവർക്കുമാണ്. നമ്മൾ വീഡിയോ ഇടുക, അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇടുന്ന ആളാണെങ്കിൽ പോസ്റ്റ് ഇടുക, എഴുത്തുകാരാണെങ്കിൽ എഴുത്തിടുക, ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇതിന്റെ അടിയിലൊക്കെ പരസ്യം അതാത് പ്ലാറ്റ്ഫോമുകളാണ് കൊടുക്കുക. അതിലൂടെ നമ്മൾക്ക് ഈ റേഷ്യോ പ്രകാരമാണ് കിട്ടുക. ഇനി ഫേസ്ബുക്കും യൂട്യൂബും തമ്മിൽ ഇത്രയും ഈ റേഷ്യോയിൽ എന്താ വ്യത്യാസം എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഫേസ്ബുക്ക് നമ്മൾക്കറിയാം, നമ്മളൊരു കണ്ടന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കൊണ്ടുപോയിടാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആ ഷെയറിന്റെ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏത് പ്ലാറ്റ്ഫോം എന്ന് കാണിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ആ ലിങ്ക് കൊണ്ടുപോയിടാനേ പറ്റുള്ളൂ. പക്ഷെ ഫേസ്ബുക്കിൽ ഒരു കണ്ടന്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വൈറൽ ആവുകയും ചെയ്യും, വളരെ പെട്ടെന്ന് വ്യൂസ് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ റേഷ്യോ അവര് നമ്മൾക്ക് വരുമാനം കുറച്ച് തന്നിട്ടുള്ളത്. കാരണം ഡ്യൂട്ടി അവർക്കാണ് കൂടുതൽ, അതുകൊണ്ട് ഡ്യൂട്ടി കൂടുതലുള്ളത് കൊണ്ട് അവർ കൂടുതൽ കാശ് എടുക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. 22-ാം തീയതി മുതൽ 26-ാം തീയതിക്കുള്ളിലാണ് എല്ലാ മാസവും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ഡോളർ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ പണമായിട്ട് റുപ്പീസ് ആയിട്ട് മാറുക. അത്തരത്തിൽ ഇപ്പോ യൂട്യൂബ് ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, യൂട്യൂബിന്റെ നിയമങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക ഫേസ്ബുക്കിൽ നിന്നാണ്. കാരണം യൂട്യൂബിന് കുറച്ച് ക്രൈറ്റീരിയകൾ കൂടുതലാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ വാച്ച് അവേഴ്സ് 4000 മണിക്കൂർ വേണം. 4000 എന്ന് ഞാൻ പറഞ്ഞത് 4000 എന്ന് ഞാൻ നീട്ടി തന്നെയാണ് പറഞ്ഞത്. കാരണം 2,40,000 മിനിറ്റ്സ് വാച്ച് അവേഴ്സ് വേണം. അതായത് നമ്മൾ ഇടുന്ന ഒരു വീഡിയോ 1 സെക്കൻഡ് കാണുന്ന ആളുണ്ടായിരിക്കാം, 1 മിനിറ്റ് കാണുന്ന ആളുണ്ടായിരിക്കാം, ചിലപ്പോൾ 10 മിനിറ്റും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അത്തരത്തിൽ എത്രയാണോ സമയം കാണുന്നത് ആ ദൈർഘ്യം എല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ 2,40,000 മിനിറ്റ്സ് വന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന അതിന് നമ്മൾ അർഹരാവുകയുള്ളൂ. അത് യൂട്യൂബിന്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്ട്നെസ് കൂടുതലാണ്. പക്ഷെ ഫേസ്ബുക്കിൽ 1000-1500 ഫ്രണ്ട്സ് ഉള്ള ആളുകൾക്കൊക്കെ വരുമാനം പെട്ടെന്ന് കിട്ടാറുണ്ട്. അത് നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതാണ്. മാത്രമല്ല നമുക്ക് 5000 ഫ്രണ്ട്സിനെ പെട്ടെന്ന് ആക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം ഫേസ്ബുക്കിലുണ്ട്. 5000 ഫ്രണ്ട്സ് വരെ നമുക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആഡ് ചെയ്ത് കൂട്ടിയെടുക്കാം നമുക്ക്. യൂട്യൂബിൽ അതുപോലെ അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാൻ പറ്റില്ല. 1000 സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാൻ ഒരു റിസ്ക് ഉള്ള ജോബ് തന്നെയാണ്. അപ്പൊ ഏറ്റവും ബെറ്റർ ഫേസ്ബുക്കിൽ നിന്നാണ് എല്ലാവർക്കും പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ്. ഇങ്ങനെയാണ് നമ്മൾക്ക് പേയ്മെന്റ് കിട്ടുന്നത്, വരുമാനം കിട്ടുന്നത് ഇങ്ങനെയാണ്. ശരി സാർ, ഫോൺ നമ്പർ നമ്പർ തരാം. അത് ലാസ്റ്റ് തരാം, ലാസ്റ്റ് ഫോൺ നമ്പർ തരാം. ഓക്കെ, അടുത്ത ചോദ്യം. നമസ്കാരം, ഞാൻ വിനുപ്രസാദ് ആണ്. പറയൂ, ചോദിക്കൂ. ഇനി 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ വരുമാനം ലഭിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഫൈലിൽ, നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പ്രൊഫൈലിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത് ചോദ്യം. അടുത്ത ചോദ്യം, അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. ആയിക്കോട്ടെ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. നമ്മളൊക്കെ പ്രൊഫൈലുകളായിരിക്കും നമുക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാവുക. അതിന്റെ ഫേസ്ബുക്കിന്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും വലതുവശത്ത് 3 ലൈന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ 3 സെറ്റിംഗ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണിച്ചു തരും, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിച്ചു തരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റണമെന്ന് ചോദിക്കും. മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ, നിങ്ങൾ നല്ല കണ്ടന്റുകൾ നോക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്ന് മാത്രമേ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ അവിടെ നിന്നും കിട്ടുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലിനെ ബാധിക്കില്ല. പക്ഷെ ഏതെങ്കിലും പുറമേത്തെ വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ മറ്റുള്ളവരുടെ കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്, വീഡിയോയുടെ കാര്യത്തിൽ മാത്രം പറയുന്നത്, ടെക്സ്റ്റ് പോസ്റ്റുകൾക്കോ ചിത്രം ഇടുന്ന പോസ്റ്റുകൾക്കൊന്നും അത് ബാധിക്കില്ല. ഈ വീഡിയോ നിങ്ങൾ അതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈല് ആദ്യം അത് ശുദ്ധീകരിക്കണം. ഈ ശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ മുകളിലുള്ള 3 ഹൈഫണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കിയാൽ മാത്രം മതി. ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 1500-2000 ഫ്രണ്ട്സ് മിനിമം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് തരും. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഫേസ്ബുക്ക് തരിക, നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മളുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇടുക എന്നുള്ളത് മാത്രം. അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വീഡിയോസ് നമ്മൾ ഇടാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ വരുമാനം കിട്ടുന്ന ആ രീതിയിലേക്ക് ഡാഷ്ബോർഡ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. യൂട്യൂബിലാണെങ്കിലോ? യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ക്രൈറ്റീരിയ കുറച്ച് വലുതാണെന്ന് പറഞ്ഞു. അത് നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളത് മാത്രം. നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാ, 1 മിനിറ്റ് ആവശ്യമുള്ളൂ. ഈ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ചാനൽ ക്രിയേഷൻ ഒക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഏതെങ്കിലും സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാ, അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമുക്കൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ആ ജിമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ചാനലിൽ നമ്മൾ വീഡിയോ, നമ്മുടേതായിട്ടുള്ള വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാന്ന് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. ഇത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ഫേസ്ബുക്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും നമുക്ക് 1000 അല്ലെങ്കിൽ 1500 2000 5000 വരെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ യൂട്യൂബിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആളുകളെ നമ്മൾ എത്തിക്കുക വേണം. അപ്പൊ അതിന് നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിലൂടെയൊക്കെ അയച്ചു കൊടുക്കും. പക്ഷെ അതിനേക്കാൾ വലിയ ഗംഭീര മാർഗം ഫേസ്ബുക്ക് തന്നെ തന്നിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആളുകളുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോ നമ്മുടെ രാഷ്ട്രീയം BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ആ രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ CPM ആണെന്നുണ്ടെങ്കിൽ CPM എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാല് CPM ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ പറ്റും. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ലിങ്ക് എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോയിടേണ്ടത്. പക്ഷെ ഫേസ്ബുക്കിലാണെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ യൂട്യൂബിൽ നമ്മുടെ ഡ്യൂട്ടി ഇത്ര മാത്രമേ ഉള്ളൂ, വീഡിയോ ഇടുക. പിന്നെ അത് റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തും, വാച്ച് അവേഴ്സിലേക്ക് നമ്മൾ എത്തും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പ്ലാറ്റ്ഫോമിൽ ഇടുകയാണെങ്കിലും പരസ്യം കിട്ടുന്നതിന് മുൻപ്, അതായത് പരസ്യം കിട്ടുന്നതിന് ആ ഒരു വേർഡ് ഉപയോഗിക്കും, മോണിറ്റൈസേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. ഈ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുൻപ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് ഇടാൻ പാടില്ല. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ ചാനലുകാരും മോണിറ്റൈസേഷൻ കിട്ടിയുള്ള ചാനലാണെങ്കിൽ അവര് പുറമേ നിന്നുള്ള ചാനലിൽ നിന്നൊക്കെ ഇത്തിരി ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ആ ഇത്തിരി ഭാഗത്തെ കുറിച്ചൊക്കെ റിയാക്ഷൻ വീഡിയോസ്, അതല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് അതൊക്കെ ചെയ്യും. പക്ഷെ പരസ്യം കിട്ടുന്നത് വരെ, മോണിറ്റൈസേഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഒരിക്കലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം അനുബന്ധമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മള് കുറെ കാലം മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അത് ഏതാണ്ട് നമ്മുടെ ഒരു ഫോളോവേഴ്സ്, ഫ്രണ്ട്സ് എല്ലാം തന്നെ അത് കാണുമായിരുന്നു, അവർക്ക് കിട്ടുമായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലപ്പോഴും അങ്ങനെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ അൽഗോരിതം എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് അറിയാനും മാർഗമില്ല എന്താണ് അതിന്റെ അകത്ത് വരുന്നതെന്നുള്ള കാര്യങ്ങളെ. അപ്പൊ അത് അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടു എന്ന് കരുതാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉള്ള ആളുകളുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ മൊബൈലില് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും, നിങ്ങൾക്ക് അവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും പറ്റും. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് എടുക്കട്ടെ. ഇപ്പൊ ഇതില് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാല് എല്ലാ സ്ക്രീനിന്റെയും ടോപ്പില് ഒരു ലെൻസിന്റെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും, സെർച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കില്ല, പക്ഷെ മനസ്സിലാക്കി വലതുവശത്ത് മുകളില് ഒരു സെർച്ചിന്റെ സിമ്പിൾ, ഒരു ലെൻസിന്റെ സിമ്പിൾ ഉണ്ടായിരിക്കും. ഈ ലെൻസിന്റെ സിമ്പിളിൽ നമ്മളിപ്പോ എക്സാമ്പിൾ BJP കേരള അല്ലെങ്കിൽ വെറും BJP കൊടുത്താൽ തന്നെ ഇവിടെ അത് കാണിച്ചു തരും. ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ കാണിച്ചു തരും. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരുപാട് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഏറ്റവും അടിയിലുണ്ടായിരിക്കും ലൈക്ക്, കമന്റ്, ഷെയർ, 3 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഷെയറിന്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ അൽഗോരിതം മാറി കഴിഞ്ഞാൽ 100-200 പേരെ കാണുന്നുള്ളൂ എന്നുള്ള ആ വിഷമം നമുക്ക് മാറ്റാൻ പറ്റും, ലക്ഷങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ ഈ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഗുണമുണ്ട്. കാരണം ഇപ്പൊ നമ്മള്
ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വിഷയം, ഇപ്പൊ എക്സാമ്പിള് ഏറ്റവും അവസാനം വന്ന് നമ്മളിപ്പോ ഒരു ആത്മഹത്യ ചെയ്ത ആ ദീപക് എന്ന് പറയുന്ന കുട്ടിയുടെ കേസ്, ഒരാൾ ആത്മഹത്യ ചെയ്തല്ലോ. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു ഹാഷ് ഇത് കൊടുത്തിട്ട്, ഹാഷ് സിമ്പിൾ കൊടുത്തിട്ട് ദീപക് ഷിംജിത്ത് കേസിന് കൊടുത്തു നോക്കാം. അപ്പൊ എവിടെ ഈ ഷിംജിത്ത് എന്ന് ആര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോയും അവിടെ കാണിക്കും. അതാണ് ഹാഷ്ടാഗിന്റെ വലിയ പ്രാധാന്യം. അതുകൊണ്ട് നോക്കൂ, എല്ലാ ചാനലുകാരും മാക്സിമം ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. 100ഉം 200ഉം ടാഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചില യൂട്യൂബിലൊക്കെ നമുക്ക് 5000 അക്ഷരങ്ങൾ വരുന്നത് വരെ ഹാഷ്ടാഗ് കൊടുക്കാം. 5000 അക്ഷരങ്ങൾ വരുന്നത് വരെ ഹാഷ്ടാഗ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ഹാഷ്ടാഗ് മാറ്റി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനത്തെ എക്സ്ട്രാ വല്ല പുതിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ആഡ് ചെയ്താൽ മതി. ബേസിക് ആയിട്ട് വരുന്ന കുറെ ഹാഷ്ടാഗ്, ഇപ്പൊ ഞാനൊക്കെ 5000 അക്ഷരങ്ങൾ വരെയുള്ള റെഡിമെയ്ഡ് ഹാഷ്ടാഗ് ഞാൻ വാട്സപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കോപ്പി എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും അന്നത്തെ ബ്രേക്കിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ 2 ലൈന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ആ വിഷയത്തിന്റെ ഹാഷ്ടാഗ് കൂടെ കൊടുക്കും. ബാക്കിയൊക്കെ നോർമലായിട്ട് ഇഷ്ടംപോലെ ഹാഷ്ടാഗ് വേറെ ഉണ്ടായിരിക്കും. ഹാഷ്ടാഗിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ലോകത്ത് ആ നമ്മൾ കൊടുക്കുന്ന വേർഡ് ആര് തിരയുന്നോ ആ തിരയുന്ന അവരുടെ മുൻപിലേക്ക്, അത് മലയാളി ആയിക്കോട്ടെ, ഹിന്ദിക്കാരനായിക്കോട്ടെ, കന്നഡക്കാരൻ ആരോ ആയിക്കോട്ടെ, അവരുടെ മുൻപിലേക്ക് നമ്മുടെ വീഡിയോ ചെല്ലുകയാണ്. അപ്പൊ നമ്മൾക്ക് വെറുതെ വ്യൂസ് കിട്ടുകയാണ്, അതിലേക്ക് റീച്ചിലേക്ക് എത്തുകയാണ് നമ്മുടെ ഈ സാധനം. താങ്ക് യു. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെ ഉപയോഗിക്കാം? സാറ്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഇവരിപ്പോ വെറും ഒരു 1000 ഫ്രണ്ട്സ് ഉള്ള ഒരു പ്രൊഫൈലാണെന്ന് കരുതാം. 1000 ഫ്രണ്ട്സിൽ ഒരു പ്രൊഫൈല് ഇവര് നമുക്ക് ബിസിനസ് ഡാഷ്ബോർഡ് നമ്മൾ മാറ്റിയാണ് പ്രൊഫൈൽ നമ്മൾ ബിസിനസ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആ 3 ഐഫോണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുക. ഈ ഫേസ്ബുക്കിലാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യത. നിങ്ങൾ ഇടുന്ന ആ വീഡിയോ എന്നിട്ട് നിങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണ്ട, നമ്മൾക്ക് തന്നെ അത് എത്തിക്കാൻ പറ്റും. അപ്പൊ മാക്സിമം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ പരസ്യം 1 രൂപ മുടക്കില്ല. അപ്പൊ ഞാനൊക്കെ നമ്മുടെ ചാനലിൽ പരസ്യം കൊടുക്കല് മിനിമം 60,000 രൂപ വാങ്ങിയിട്ടാണ്. 10 മിനിറ്റിന്റെ താഴെ അല്ലെങ്കിൽ 10 മിനിറ്റ് വരെയുള്ള പരസ്യം ഞാൻ നോക്കൂ, എന്റെ ഈ മൊബൈൽ വെച്ചിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യല്, ജസ്റ്റ് പരസ്യമാണെങ്കിലും എടുക്കാറ്. പക്ഷെ 60,000 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വാങ്ങുന്ന ആളുകളായതുകൊണ്ട് ഇഷ്ടംപോലെ പരസ്യമാണ് നമുക്ക് കിട്ടാറ്. വ്യത്യസ്ത മേഖലയിൽ ഡോക്ടർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യന്മാർ, അങ്ങനെ രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇതിന്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഇൻകങ്ങളാണ്. പിന്നെ ഒരാളും നമ്മൾ പരസ്യത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ അവരാകെ നോക്കുക മുൻപ് നമ്മൾ ഇട്ട വീഡിയോസോ എന്താണ് നമ്മുടെ റീച്ച്, എത്ര ആളുകൾ കാണുന്നുണ്ട് എന്നാണ് നോക്കുക. അപ്പൊ 1000 ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചാനൽ ആണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ഈ കണ്ടന്റ് എത്തുമ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവർ നമുക്ക് പരസ്യം തരിക. അതിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ മാർഗങ്ങൾ ഉണ്ട് താനും. ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ എന്ന് കരുതാം. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ നമുക്ക് 1000ങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ അതിന്റെ ലിങ്ക് എടുത്തിട്ട് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് ആളുകളെ കാണുക. അതിന് വലിയൊരു സൗകര്യമുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് 1 രൂപ മുടക്കില്ലാതെ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേമിനെ കുറിച്ച് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കുക, നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യുക, നിങ്ങൾക്ക് അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ടിപ്സുകൾ യൂസ് ചെയ്യുക. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ 1 രൂപ മുടക്കില്ലാതെ നിങ്ങളുടെ ഫേം സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കണേ. ഇപ്പൊ വിനുപ്രസാദ് ചോദിച്ചു, ഇനിയുണ്ടല്ലോ മേനോൻ സാർ ചോദിച്ചു, മിനി സുരേഷ് ഒന്നും ചോദിച്ചില്ല, രഘുപതി സാർ ഒന്നും ചോദിച്ചില്ല, രാജീവ് ഒന്നും ചോദിച്ചില്ല. കാരണം ഇത് നല്ല വാല്യുബിൾ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്കുള്ള സംശയം തുറന്ന് ചോദിക്കും. സാർ, ഈ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ കൂടുതൽ നേരം എടുത്തുള്ള വീഡിയോസ് ചെയ്യുന്നതാണോ നല്ലത്? കൂടുതൽ വരുമാനം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലുള്ള വീഡിയോ ചെയ്യണം. നമ്മൾക്ക് ഈ ഷോർട്ട് വീഡിയോന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും അതല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഷോർട്സ് വീഡിയോസിനെ ഫേസ്ബുക്കും യൂട്യൂബും മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് റീച്ചിലേക്ക് അവർ എത്തിക്കുന്നുണ്ട്. പക്ഷെ റവന്യൂ പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് ഗുണമില്ല. ചെറിയ മൈന്യൂട്ട് റവന്യൂ. നിങ്ങൾ ഷോർട്സ് ആരെങ്കിലും കാണുമ്പോൾ പരസ്യം പ്ലേ ആവാറുണ്ടോ?
ഇല്ല. നമ്മൾ ഷോർട്സ് കാണുമ്പോൾ പരസ്യം പ്ലേ ആവാറില്ലല്ലോ, അത്ര തന്നെ ഉള്ളൂ. പരസ്യം പ്ലേ ആയാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ ഷോർട്സിനെ കൊണ്ട് പിന്നെ എന്തിനാണ് ഗുണം എന്ന് ചോദിച്ചാല്, മാക്സിമം റീച്ചിലേക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ എത്തിക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് എത്തും, മാക്സിമം ഫോളോവേഴ്സ് നമുക്ക് എത്തും. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോവേഴ്സ്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഏതൊരു ചാനലാണെങ്കിലും, ഇപ്പൊ ഞാൻ തന്നെ, നമ്മളൊക്കെ കുഞ്ഞു ചാനലാണ്, കാരണം ഞാൻ ഈ വീട്ടിന്റെ ഒരു മൂലക്ക് ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഞാൻ സൂചിപ്പിക്കാറ്, ഞാൻ സഞ്ചരിക്കുന്ന സ്റ്റുഡിയോ എന്നാണ്. എന്റെ കാറിലാണെങ്കിൽ അത് തന്നെയാണ് എന്റെ സ്റ്റുഡിയോ. അതിന് ഈ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മതി നമുക്ക്. ആളുകൾ നമ്മുടെ സ്റ്റുഡിയോന്റെ ഭംഗി നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റിംഗിന്റെ ആ ഒരു കൃത്യത കണ്ടിട്ടോ ഒന്നുമല്ല ആളുകൾ കാണുക. സബ്ജക്ട് ഗംഭീരാണോ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആണോ, ആളുകൾ അത് കണ്ടിരിക്കും. അപ്പൊ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ വരുമാനത്തിന്റെ ബേസിൽ നമുക്ക് നഷ്ടമാണ്. പക്ഷെ ചാനലിന്റെ ഗ്രോത്തിന് ഷോർട്സ് ഇടുന്നത് നല്ലതാണ്. ലെങ്ത് ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ മറുനാടൻ മലയാളി ഷാജിൻ സാറിന്റെ ചാനൽ എടുത്ത് നോക്കാം. സാറിന്റെ ചാനലിൽ 4-5 മിനിറ്റുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷെ 8 മിനിറ്റിന് മുകളിലുള്ള ഒരുപാട് വീഡിയോസ് വേറെ അവർ ശ്രദ്ധിച്ച് ചെയ്യും. കാരണം ഈ 4 മിനിറ്റുള്ള വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പരസ്യം ചിലപ്പോൾ പ്ലേ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ 8 മിനിറ്റ്, മിനിമം 8 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 സ്ഥലത്ത് പരസ്യം പ്ലേ ആവും. അപ്പൊ അത്രയും വരുമാനം നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ കിട്ടും. അതാണ് ഷോർട്ട് വീഡിയോസും ലെങ്ത് ഉള്ള വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം, റവന്യൂ ബേസ്ഡ്. മറ്റത് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും നമുക്ക് കൂട്ടാൻ ഏറ്റവും ബെറ്റർ ഷോർട്സും ആണ്. അപ്പൊ പുതിയ പുതിയ ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഷോർട്സ് തന്നെയാണ്. കാരണം നമ്മൾക്ക് ആദ്യം നമ്മൾ കാണാൻ പ്രേക്ഷകരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കാണാനുള്ള പ്രേക്ഷകരെ കൊണ്ടുവരാൻ ഏറ്റവും ബെറ്റർ, സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ ഏറ്റവും ബെറ്റർ ഷോർട്സ് ഇടുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്റെ അനുഭവം ഞാൻ പങ്കുവെക്കാറുണ്ട്. 99.9% ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ 2019 2 മാസം കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ വീണിടം വിഷ്ണുലോകാക്കി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റും. അതെനിക്ക് 100% കോൺഫിഡന്റ് ആണ്. നമസ്തേ സാർ. സാർ പിന്നെ സാർ, നമുക്ക് ഈ മൊബൈലിനെ കുറിച്ച് അത്രത്തോളം അറിവില്ല. നമുക്കൊന്ന് ഫോൺ വരികയെ അറ്റൻഡ് ചെയ്യേ അങ്ങനെയൊക്കെ ഉള്ളതേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് പ്രാക്ടിക്കൽ, ഇപ്പൊ നമ്മൾ തിയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് ആണ് കിട്ടാനുള്ളത് സാർ. ഇതില് നമ്മുടെ കോഴ്സിൽ അതല്ലെങ്കിൽ ഇതിൽ ശരിക്ക് തിയറി ഇല്ല എന്നുള്ളതാണ്, പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ ആണ്. നമ്മുടെ ട്രെയിനിങ്ങിന് വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നോട്ട് എഴുതി എടുക്കരുത്, നോട്ട് ഇതിന് ആവശ്യമില്ല. പിന്നെ നോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള നോട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എഴുത്ത് അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് യാതൊന്നും ഇതിൽ ചെയ്യാനില്ല, തിയറി നമ്മൾക്ക് ഇല്ല. പിന്നെ നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട്, എനിക്കിത് പറ്റുമോ, എനിക്ക് 78 വയസ്സായി, ഞാൻ ഇങ്ങനെയാണ് എന്റെ അവസ്ഥ എന്ന് പറയാറ്. ഞാൻ അവരോട് ചോദിക്കാം, അങ്ങയുടെ കൈ വിറയ്ക്കാറുണ്ടോ? അപ്പൊ അവര് പറയില്ല, എന്റെ കൈ വിറയ്ക്കാറൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങ് ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ള ആളൊന്നും അല്ലല്ലോ, അതായത് മൊബൈൽ കയ്യിൽ വെച്ചിട്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കണ്ണിന് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കയ്യിനും കണ്ണിനും പ്രശ്നമില്ലാത്ത ഏതൊരാൾക്കും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന, ഇപ്പൊ പരിമിതമായിട്ടുള്ള അറിവ് മതി. നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും നിങ്ങൾക്ക് എടുക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ അത് മതി, അത് മാത്രമേ ഇതിന് യോഗ്യതയുള്ളൂ. ഇതിന് പ്രായത്തിന്റെ പ്രശ്നമില്ല, മൊബൈലിൽ നമുക്ക് പരിജ്ഞാനം വേണമെന്നില്ല. നിങ്ങൾ ഇന്ന് യൂട്യൂബ് നിങ്ങൾ കാണുന്നുണ്ടോ, വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പോലും അത് നമ്മൾ തുടങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കൊടുക്കാന്നൊക്കെ കോഴ്സിന്റെ ഭാഗമാണ്. യോഗ്യത ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൈ വിറയ്ക്കാൻ പാടില്ല, കണ്ണിന് കാഴ്ചശക്തി വേണം. അതായത് ഗിരിജാമാം ഇപ്പോ ചോദിച്ചത് ഇതിന്റെ സാങ്കേതിക വശം അറിയില്ലല്ലോ എന്നാണല്ലോ. നേരത്തെ ബൈജു ഇവിടെ പറയുണ്ടായി, ഒരു ചാനൽ ഉണ്ടാക്കാൻ ഒരു കുട്ടിയുടെ സഹായം നമ്മൾ തേടിയാൽ മതി, ആ കുട്ടി പെട്ടെന്ന് ചാനൽ ഉണ്ടാക്കി തരും. അത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം, നമുക്ക് സ്വയം ചെയ്യാവുന്നത്. അതിന് സാങ്കേതിക വിദ്യ ഒന്നും വേണ്ട, വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോ അതും ആ കുട്ടി വേണേ പഠിപ്പിച്ചു തരും, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ വലിയൊരു സംഭവം അതല്ലേ വൈദ്യു ഉദ്ദേശിച്ചത്?
അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ ഈ കൈ വിറയ്ക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു കാര്യമുള്ളൂ സർ. നമ്മള് ഒരു മൊബൈൽ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണത്. നമുക്ക് സിസ്റ്റം ഒന്നും വേണ്ട, കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ കോഴ്സിനോ നമ്മൾ ഈ വരുമാനം ഉണ്ടാക്കുന്ന മാർഗത്തിനോ ഇല്ല. ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യാറില്ല. ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാല് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് ലാപ്ടോപ്പിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ടെക്നിക്കലായിട്ട് മാത്രം. പക്ഷെ നിങ്ങളെ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ചാനലിൽ നിങ്ങൾ വീഡിയോ ചെയ്യാന്ന് മാത്രമാണ്. അതുകൊണ്ട് കൈ വിറയ്ക്കരുത് എന്ന് പറയാൻ കാരണം മൊബൈൽ വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. മൊബൈലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിന് ഷിവറിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആകെ ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടോ, നിങ്ങളുടെ കൈ വിറക്കില്ലേ, നിങ്ങളെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടോ, നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം. കോഴ്സ് അല്ല, ഈ വരുമാനം ഉണ്ടാക്കാം. കോഴ്സ് ചെയ്യാനത് അറിയാതെ അതിലേക്ക് പോയതാണ്. ഈ വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താം, വളരെ സിമ്പിൾ ആയിട്ട് എത്താം. ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് 325-28 പേരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇനി അതൊരു എന്താണ്, എനിക്കൊരു ധൈര്യമായി. ഒരു കൊച്ചുകുട്ടിയാണ് എനിക്കത് കിട്ടിയെന്ന്. ഇതില് നമ്മളിപ്പോ ചാനലിൽ നമ്മൾ ആകെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മൾ 10 സെക്കൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, നമ്മൾ എന്നും ഒരു ചെറിയ കുഞ്ഞ് കണ്ടന്റെങ്കിലും നമ്മൾ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, മിനിമം ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾ ഒരു 10 മിനിറ്റോ വേണ്ട, ഒരു 15 മിനിറ്റ് അതിന് ചെലവഴിക്കാം. അത് ചെലവഴിച്ചാൽ മിനിമം നിങ്ങൾക്ക് 6 മാസം കൊണ്ട് എത്തിപ്പെടാൻ പറ്റും. ദിവസം, ആഴ്ചയിൽ ഒന്നല്ല പറഞ്ഞു, ദിവസം നിങ്ങൾ ഒരു 10 മിനിറ്റ് ചെലവഴിച്ച് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ. ഇനി നിങ്ങൾ വ്യക്തിപരമായിട്ട് സബ്ജക്ട് ചെയ്തോളണമെന്നില്ല, എല്ലാവരും ഇപ്പോ ഇതുപോലെ സബ്ജക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ നോക്കൂ, സഞ്ചരിക്കുമ്പോ നിങ്ങൾ പുറത്ത് ബസ്സിൽ പോകുമ്പോ ഒരു പുറത്തൊരു അടി നടക്കുകയാണ് ഇരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ പുറത്ത് എന്തെങ്കിലും വിഷയം നടക്കുകയാണ്, നിങ്ങൾ ഒന്നും മിണ്ടാതെ നിങ്ങളുടെ കാറിൽ ഇരുന്നിട്ട്, വേണ്ട ബസ്സിൽ ഇരുന്നിട്ട് നിങ്ങളുടെ മൊബൈൽ വെച്ചിട്ട് വെറുതെ അത് ഷൂട്ട് ചെയ്യുക. ഒന്നും മിണ്ടണ്ട നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ആ വീഡിയോയ്ക്ക് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ കൊടുക്കുക. നോക്കൂ, ഞാൻ ഇന്ന് ട്രാവൽ ചെയ്ത സമയത്ത് ഒരു ഇൻസിഡന്റ് കണ്ടോ, ഇത് ആരുടെ ഭാഗത്താ തെറ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കും, ഇവരെയൊക്കെ എന്താണ് സമൂഹം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡയലോഗൊക്കെ അതിന്റെ ഇടയിൽ കൊടുത്തിട്ട് ആ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി. അവിടെ നിങ്ങളെ മുഖം കാണിക്കണമെന്നില്ല, നിങ്ങളുടെ ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. ആ ദൃശ്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. അതുപോലെ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോവാണ്, എവിടേക്കെങ്കിലും യാത്ര പോവാണ്, ഒരു കല്യാണത്തിന് പോവാണ്, അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നത് എന്തും നിങ്ങൾ മൊബൈലിൽ എടുക്കാം, എന്നിട്ട് അത് വീഡിയോ ഇട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ ഇതുപോലെ സംസാരിച്ച് വിഷയങ്ങൾ ചെയ്യണമെന്നില്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. രസകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ കാണുകയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഈ CCTV എടുത്തിട്ട്, അതിന്റെ റെക്കോർഡ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു 10 മിനിറ്റ് മുറിച്ച്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളറില്ല, ബ്ലാക്ക്. അപ്പൊ രാത്രിയിൽ നടക്കുന്ന സംഭവമായിട്ട് തോന്നും, രാത്രി നടക്കുന്നതായിട്ട് തോന്നും. എന്നിട്ട് ഈ സാധനം ചുമ്മാ പോസ്റ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഇത് അവസാനം വരെ കണ്ടോണ്ടിരിക്കുക, എന്തോ സംഭവിക്കാൻ പോകുന്നു. ഒന്നും സംഭവിക്കില്ല, പക്ഷേ രസകരമാണ്. അപ്പോ ഇയാളിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലും ഇല്ല. അയാളുടെ CCTVയുടെ ഫുട്ടേജ് എടുത്തിട്ട് കഷ്ണമായിട്ട് മുറിച്ച് അപ്ലോഡ് ചെയ്ത് വിട്ടുക. അതിനെന്തൊരു വലിയ തന്ത്രമാണെന്ന്. അപ്പോ ഇയാളുടെ മുറ്റത്തൂടെ പട്ടി നടക്കുന്നതും അയാളുടെ ഭാര്യ തുണി അലക്കി ഉണങ്ങാൻ ഇടുന്നതും ഒക്കെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഓർക്ക് ഇതിന്റെ അവസാനം എന്തോ സംഭവിക്കും, ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് എന്ത് പൈസ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ഞാൻ സാറ് കഴിഞ്ഞ ദിവസം കുംഭമേള ഇവിടെ സജീവമായിട്ട് നടക്കണേ, എല്ലാവരും പങ്കെടുക്കാത്തവരെല്ലാവരും പങ്കെടുക്കണേ, ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും, ഇതിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ആളുകൾ എല്ലാവരും മൊബൈല് പൊക്കി വീഡിയോ എടുത്തിട്ട് അത് പ്രൊഫൈലിൽ ഇടാം. പക്ഷെ ഈ പ്രൊഫൈൽ ഇടുന്ന ഈ ചങ്ങാതിമാർക്കൊന്നും അറിയില്ല ഇതൊന്ന് വരുമാനം ഉണ്ടാക്കാൻ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന കണ്ടന്റിന് നമുക്ക് വരുമാനം കിട്ടും. അല്ലാത്തിടത്തോളം കാലം നമുക്ക് 1 രൂപ വരുമാനം കിട്ടില്ല. നമ്മൾ കണ്ടന്റുകൾ ഇങ്ങനെ ഇടുന്നു. ഇപ്പൊ ജയസൂര്യൻ സാറൊക്കെ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിത്തിൻ സെക്കൻഡ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടും. സാറിന് അതിനെ കൊണ്ട് ഒരു ഗുണം കിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് അതിന് പൈസ കിട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിൽ ചെയ്യുന്ന വീഡിയോസിന് നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല.
ഇപ്പൊ നമ്മളൊക്കെ BJP-യുടെ പേജിന്റെ ഒക്കെ ലൈവ് തുടങ്ങി കഴിഞ്ഞാൽ അത് തീരണ വരെ അത് കാണുന്ന ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളാണ് അതുള്ളത്. കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ വീഡിയോസ് ഇഷ്ടം പോലെ ആക്കിയിട്ടിടും. ഇപ്പൊ BJP-യുടെ പ്രോഗ്രാം നടക്കുക 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും. 8ഉം 10ഉം വീഡിയോസ് ആണ് നമുക്കൊരു സബ്ജക്ട് ഒരു ദിവസം കിട്ടുക. നമുക്ക് അന്ന് നമ്മൾ സെപ്പറേറ്റ് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ വീഡിയോ മാത്രം ഇട്ടാൽ മതി. അപ്പൊ നമ്മൾക്ക് കണ്ടന്റുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ ഈ കുംഭമേളയ്ക്കൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും വീഡിയോ എടുത്തിട്ട് അവരുടെ പ്രൊഫൈലിൽ വെറുതെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് 1 രൂപയുടെ ഗുണം ഇവർക്കില്ല. സാധ്യതകൾ വലുതാണ് ശരിക്കും. സാറിന്റെ ഫോൺ നമ്പർ ഫോൺ നമ്പർ ലാസ്റ്റ് തരും. ഫോൺ ചോദ്യങ്ങൾ ചോദിക്കൂ. ബാക്കി വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് തരും. ബുക്ക് വല്ലതും ഉണ്ടോ അതിന് നമ്മൾ പഠിക്കാനായിട്ട്? ഇല്ല, ഇതിന് സത്യത്തിൽ ഇതിന്റെ ഒരു ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ദൈന്യത എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് സാർ. ഈ നമ്മൾക്ക് അറിയുന്ന ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കണോ, ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചോണ്ട് ഇവർ സഹായിക്കില്ല. അത് എനിക്കത് എന്റെ വലിയൊരു വിഷമം. കാരണം ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് 2 മാസം കൊണ്ട് ഞാൻ ഈ വരുമാനത്തിലേക്ക് എത്തിയാൽ 1 മാസം പൂർണ്ണമായിട്ട് ഞാൻ ഡൽഹിയിൽ വരെ ഞാൻ പോയിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾക്ക് അവരെ നേരിട്ട് പോയി കണ്ടാൽ പഠിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ നേരിട്ട് അലഞ്ഞിട്ടാണ് ഞാൻ 1 മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് പഠിച്ച്, പിന്നെ ബാക്കി ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഇഷ്ടം പോലെ കണ്ട് എന്നിരുന്നാലും നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരാളോട് ചോദിച്ചാൽ അവൻ പറയും ശരി ഞാൻ പറഞ്ഞുതരാട്ടോ എന്ന് പറയും. പിന്നെ അവൻ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നമ്മൾ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല. ആ രീതി, കാരണം അവന് കിട്ടുന്ന പൈസ അതല്ലെങ്കിൽ അവന് കിട്ടുന്ന സൗകര്യം മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ള ആ ഒരു വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോഴ്സ് ഫീസ് ഒക്കെ വെച്ച സമയത്ത് നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് കോഴ്സ് ഫീസ് വാങ്ങുന്നത്, ഇത് സൗജന്യമായിട്ട് കൊടുത്തൂടെ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, നിങ്ങൾ 1 ദിവസമാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. ഈ ദിവസം കൊണ്ട് നിങ്ങൾക്ക് 100% നിങ്ങളെ പ്രാപ്തരാക്കുകയാണ്. പിന്നീട് നമുക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് സർവീസ് തരുന്നുണ്ട്. നമ്മൾ എന്ത് സംശയം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും രാത്രി 12 മണിക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് നമ്മളത് പരിഹരിച്ച് തരുന്നുണ്ട്. അപ്പൊ ലൈഫ് ലോങ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അത് ലൈഫ് ലോങ് ആക്കാൻ വേറൊരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ അപ്ഡേഷൻസ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയ മൊത്തം. അപ്പൊ എല്ലാ അപ്ഡേഷനും നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഓരോ പുതിയ അപ്ഡേഷൻ വരുമ്പോഴും ആ ദിവസം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ലൈഫ് ലോങ് നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ എല്ലാവരും തന്നെ പങ്കെടുത്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ സമാപിപ്പിക്കാനുള്ള സമയമായി. ഫോൺ നമ്പർ കൊടുക്കാമോ വൈജു? എങ്ങനെയാ നമ്പർ? ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. പറയാം. 9961 9961 471 471 470 470. ഒന്നുകൂടെ പറയാം, 9961 471 470. യെസ്, 9961 471 470 സ്ക്രീനിൽ കാണുന്നുണ്ട്. യെസ്, ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്താൽ മതി. കാരണം ഫോൺ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വാട്സപ്പ് കോള് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ വർഷങ്ങളായിട്ട്. കാരണം നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് പോകുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോള് വന്നാല് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കട്ടായി പോകും. അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ പൂർണ്ണമായിട്ടും മൊബൈലിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അത് മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ അത് എന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ സമാപിക്കുകയാണ്. ഇന്നിപ്പോൾ ശ്രീ വി കെ ബൈജു നമ്മളോട് പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ തുറന്നിട്ടത് ഒരു വലിയ സാധ്യത. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു കാര്യം പറയാം. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്. ഞാനിത് പഠിക്കാൻ വേണ്ടി ഡൽഹി വരെ പോയി. ഞാൻ മാസങ്ങളോളം അലഞ്ഞു നടന്നു. ആരും പറഞ്ഞു തന്നില്ല. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇതൊക്കെ അറിയുന്നവർ ധാരാളം പേര് നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ ഉണ്ടെങ്കിലും അവരാരും ഇതൊന്നും ചെയ്തു തരാൻ വേണ്ടി ഒരുപക്ഷെ മെനക്കെടണം എന്നില്ല, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സഹായിക്കണം എന്നില്ല. അവിടെയാണ് ശ്രീ വി കെ ബൈജു പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ലൈഫ് ലോങ് സർവീസ് ആണ് തരുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇനി വേണ്ട. അതിനൊക്കെ അദ്ദേഹം പരിഹാരം തരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും
ഈ ഒരു മേഖല ആരംഭിക്കണം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി തുടങ്ങണം എന്നാണ്. കാരണം എനിക്കറിയാം ഈ പാർട്ടിസിപ്പൻസ് ഓരോരുത്തരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓരോ ലെജൻഡുകളാണ്. നിങ്ങളുടെയൊക്കെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത്രമാത്രം വാല്യുബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം എന്തിനു വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ഒരു വരുമാനവും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് കുറെ കൂടി നന്നായിട്ട് നിങ്ങളുടെ അറിവുകളെ ലോകത്തിന് മുമ്പിൽ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഏറ്റവും ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, നന്ദിപൂർവ്വം ഞാൻ ശ്രീ വി കെ ബൈജുവിന് ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിന്, ഈ ചെറിയൊരു ടീമിന് വേണ്ടി തന്നതിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സ്, അതായത് ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന അഷുറൻസിന് അതിനൊരു അഡീഷണൽ താങ്ക്സ് കൂടി പറയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ സെഷൻ സമ്പൂർണ്ണമാവുകയാണ്. സത്യസന്ധമായി പറഞ്ഞു. കാരണം എല്ലാവരും നന്നായിരിക്കണം, ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഓക്കെ.